ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂര്യ ലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന വളരെ രസകരമായ ടോപ്പിക്കായിട്ടാണ്. അതായത് പ്രഗ്നൻ്റ് ആയ അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും കുഞ്ഞാണാണോ പെണ്ണാണോ എന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ ഗൾഫ് നാടുകളിലൊക്കെ നമ്മളോട് പറയും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അത് പറയുന്നില്ല. അതിന് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, രാവിലെ ന്യൂസ് പേപ്പർ എടുത്താൽ തന്നെ എന്തോരം വാർത്തകളാണ് വരുന്നത്. അതിൽ മിക്കതും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആയിരിക്കണം എന്ന്. പക്ഷേ എൻ്റേത് മോനായിരുന്നു കേട്ടോ. എനിക്കൊരു 5 മാസം ആവുന്നവരെ ഞാൻ പറയുമായിരുന്നു കേട്ടോ, എനിക്ക് പെൺകുട്ടിയാണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുട്ടികളെ, കാരണം നമുക്ക് ഒരുക്കിക്കൊണ്ടൊക്കെ നടക്കാമല്ലോ. പക്ഷേ ഒരു 7 മാസം, അത് 7 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയും ഇതാൺകുട്ടിയാണെന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് ഉറപ്പിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. അതായത് കുഞ്ഞിന്റെ അനക്കം വെച്ചിട്ട്. അതായത് കുഞ്ഞിന് നല്ല അനക്കമുണ്ട്, കുഞ്ഞ് എപ്പോഴും വയറ്റിൽ കിടന്ന് ഇളകി മറിയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പെൺകുട്ടിയായിരിക്കും. അധികം അനക്കമില്ല, ആവശ്യത്തിന് മാത്രമേ അനങ്ങുന്നുള്ളൂ എങ്കിൽ അതൊരു ആൺകുട്ടിയായിരിക്കും. എൻ്റെ കാര്യത്തിൽ ഇത് 100% കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് 7-ാം മാസം തൊട്ട് നല്ലപോലെ നമ്മൾ അനക്കം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അനക്കം ശ്രദ്ധിക്കുക വെച്ചപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ തന്നെ കാര്യം അതാണ്. കാരണം ഇവൻ ആദ്യമൊന്നും അനങ്ങൂല, ആവശ്യത്തിനുള്ള അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതേസമയം എൻ്റെ നാത്തൂനുണ്ട് എൻ്റെ വീട്ടിൽ. അവളുടെ കുഞ്ഞെന്ന് വെച്ചാൽ ഫുൾ ടൈം കിടന്ന് ഇടി 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 തന്നെയായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു ഇത് ആൺകുട്ടിയും അത് പെൺകുട്ടിയാണെന്ന്. പിന്നെന്ന് വെച്ചാൽ ഗേൾ ആണെന്നുണ്ടെങ്കിൽ അമ്മ നല്ല വെളുത്ത് തൊട്ട് സുന്ദരി ആയിരിക്കും എന്ന് പറയും. എന്നാൽ അതുപോലെ തന്നെ ബോയ് ആണെന്നുണ്ടെങ്കിൽ അമ്മ ഇച്ചിരി കറുത്തു പോകുമെന്നും പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ് കേട്ടോ. കാരണം ഞാൻ പ്രഗ്നൻ്റായി ഡെലിവറിയുടെ അടുത്തപ്പോൾ ഞാൻ ഇരുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ കറുത്തുപോയി. സത്യം പറയാമല്ലോ, എനിക്ക് തന്നെ തോന്നിപ്പോയി, അയ്യോ എന്താണ് ഞാൻ കറുത്തുപോയത്. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു, ഇതാ ട്രിക്കൊക്കെ വെച്ച് നോക്കുമ്പം ഇവൻ ആൺകുട്ടിയാണെന്ന്. ഗർഭിണിയായ അമ്മയുടെ വയറ് നോക്കി കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് നല്ല വയറുള്ളൊരു അമ്മയാണ് എങ്കിൽ തീർച്ചയായും അതൊരു പെൺകുട്ടിയായിരിക്കും. അഥവാ വയറ് കുറവാണെങ്കിലോ അതൊരു ആൺകുട്ടിയായിരിക്കും. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റായി ഡെലിവറിയോട് അടുത്തപ്പോൾ എനിക്ക് 90 കിലോ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ 75 ആണ്. ഞാൻ 90 കിലോ ആയിരുന്നു. ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ണത്തിനൊത്ത വയറ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ വണ്ണം വെക്കാതെ വയറ് മാത്രം വെച്ച് പോണില്ല. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നല്ല ക്ഷീണമായിരിക്കും നമുക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്. രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് പെൺകുട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ ഈവനിങ് ആണ് ക്ഷീണമെങ്കിൽ ആൺകുട്ടി ആയിരിക്കും എന്ന്. പക്ഷെ എനിക്ക് ഈവനിങ് അങ്ങനെ വലിയ ക്ഷീണം തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ മോർണിംഗും ഇല്ലായിരുന്നു. പിന്നെ മുടി വളരുന്നത്, ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് മുടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ മുടി കുറവായിരിക്കുമെന്നും പറയും. എനിക്ക് മോനായിരുന്നപ്പം ഉള്ളു വെക്കുന്നില്ലെങ്കിലും മുടിക്ക് നീളം നന്നായിട്ട് വെച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കി മനസ്സിലാക്കാമെന്ന് പറയും. അതായത് നമ്മൾ സ്കാനിങ്ങിന് പോകില്ലേ, സ്കാനിങ്ങിന് പോകുമ്പോൾ ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടൂലേ, അങ്ങനെ കിട്ടുമ്പോൾ അതിനകത്ത് 140 മുകളിലാണ് ഹാർട്ട് ബീറ്റ് എങ്കിൽ അത് തീർച്ചയായും പെൺകുട്ടി ആയിരിക്കും എന്നും 140 താഴെയാണെങ്കിൽ ആൺകുട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ വയറിന്റെ സ്ഥാനം നോക്കി മനസ്സിലാക്കാമെന്ന് പറയും. അതായത് വയറ് നല്ലതായിട്ട് മുകളിലേക്കാണ് വരുന്നത് എങ്കിൽ അത് പെൺകുട്ടിയാണെന്നും വയറ് താഴേക്കാണെങ്കിൽ ആൺകുട്ടിയാണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പിമ്പിൾസ് നോക്കി മനസ്സിലാക്കാമെന്ന് പറയും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇത് ശരിയായിട്ടില്ല കേട്ടോ. കാരണം പിമ്പിൾസ് കൂടുതലാണെങ്കിൽ ആൺകുട്ടിയും പിമ്പിൾസ് കുറവാണെങ്കിൽ പെൺകുട്ടിയും ആണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിത് വന്നിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ ബ്രസ്റ്റിന്റെ വലുപ്പം നോക്കി മനസ്സിലാക്കാമെന്ന് പറയും. അതായത് ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റ് ആണ് വലുത് എന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടിയും, റൈറ്റ് സൈഡിലാണ് വലുത് എന്നുണ്ടെങ്കിൽ പെൺകുട്ടി ആയിരിക്കും എന്ന് പറയും. പിന്നെ നമ്മുടെ യൂറിൻ്റെ കളർ വെച്ച് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാത്രേ. അതായത് ഡാർക്കായിട്ടാണ് യൂറിൻ വരുന്നതെങ്കിൽ അത് ആൺകുട്ടിയും, നോർമൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാം. ഇത്രയും ട്രിക്കാണ് കേട്ടോ ഉള്ളത്. ഇതിൽ കുഞ്ഞിൻ്റെ അനക്കം വെച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നത് കറക്റ്റ് ആണെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവില്ലേ, അതൊന്ന് പ്രസ് ചെയ്തേക്കൂ. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.